കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര പ്രഖ്യാപനം മാറ്റിവെച്ചു. എക്സിക്യൂട്ടീവിലെ തർക്കത്തെ തുടർന്നാണ് ഈ പ്രഖ്യാപനം മാറ്റിവെച്ചത് എന്നാണ് വരുന്ന വിവരം. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇപ്പോൾ ഈ പ്രഖ്യാപനം നടക്കേണ്ട സമയത്ത് അത് മാറ്റിവെക്കുന്നു. എന്താണ് ഈ തർക്കത്തിന് കാരണം? അംഗങ്ങൾക്കിടയിലെ തർക്കമോ മറ്റോ ആണോ? സ്മിത, എന്താണ് തർക്കം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്കായിരുന്നു ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാനിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ അറിയിക്കുകയും എല്ലാ മാധ്യമങ്ങളും ഈ പ്രഖ്യാപനത്തിനായി ഈ ഹാളിൽ എത്തുകയും ചെയ്തു. കേന്ദ്ര സാഹിത്യ അക്കാദമി ആസ്ഥാനത്ത് എത്തിച്ചേർന്നു. കൃത്യം 3 മണിക്കാണ് എന്നാൽ ഈ ജീവനക്കാർ ഈ വാർത്താ സമ്മേളനം മാറ്റിവെച്ചതായി അറിയിക്കുന്നത്. അത് അഡ്മിനിസ്ട്രേറ്റീവ് വിഷയങ്ങളെ തുടർന്നാണ് പ്രഖ്യാപനം മാറ്റിയത് എന്നാണ് അറിയിപ്പ് ഉണ്ടായത്. മറ്റ് വിശദാംശങ്ങൾ ഒന്നും തന്നെ നൽകാൻ തയ്യാറായിട്ടില്ല. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിനുള്ള പട്ടിക 24 ഭാഷകളിലെ സാഹിത്യകാരന്മാർക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമായിരുന്നു ഇന്ന് പ്രഖ്യാപിക്കാൻ ഇരുന്നത്. ഇതിനായുള്ള പട്ടിക ജൂറികൾ, ഓരോ ഭാഷയുടെയും ജൂറികൾ തയ്യാറാക്കി നൽകിയിരുന്നതാണ് നേരത്തെ തന്നെ. ഇതിൻ്റെ അവസാന അംഗീകാരത്തിനായി ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തർക്കമുണ്ടാകുകയും തുടർന്ന് അവസാന നിമിഷം ഈ പ്രഖ്യാപനം മാറ്റിവെക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ മലയാള ഭാഷയിലെ പട്ടികയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റു ഭാഷകളിലെ ചില പേരുകൾ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് മാറ്റിവെച്ചത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. 3 മണിയോടെ പുരസ്കാരം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. ആ പുരസ്കാര പ്രഖ്യാപനമാണ് തർക്കത്തെ തുടർന്ന് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.